ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ചെറിയൊരു D5 കുറച്ച് ടിപ്സ് പോലെ പറയാനുണ്ട്, സ്കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ റെവിറ്റിൽ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. വെറുതെ മോഡൽ ചെയ്തൊക്കെ ഇങ്ങനെ വെറുതെ എക്സ്റ്റീരിയറൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ ഒരു സൈറ്റൊക്കെ വരച്ചിട്ടുണ്ട്. റെവിറ്റിലാണ് ഞാൻ സ്കെച്ചപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നുള്ളൂ. ഞാൻ റെവിറ്റിൽ 2018-19 തൊട്ട് യൂസ് ചെയ്യുന്ന റെവിറ്റ്. എനിക്ക് കൂടുതലും മോഡലിംഗ് ചെയ്യാൻ ഇഷ്ടം റെവിറ്റിലാണ്. വീടാണെങ്കിലും എന്താണെങ്കിലും റെവിറ്റിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ സ്കെച്ചപ്പ് ഇടയ്ക്ക് യൂസ് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ റെവിറ്റിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയൊരു വീട്. ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ സൈറ്റൊക്കെ വരച്ചിട്ട് സൈറ്റിനെയൊക്കെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടോ, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് സൈറ്റിന്. പിന്നെ ഇവിടെ ഒരു പാത്ത് വേ വേറെ കൊടുത്തിട്ടുണ്ട്, എൻട്രൻസ് വേറെ കൊടുത്തിട്ടുണ്ട് കയറി വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ D5 ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനെ കാണാൻ ചുമ്മാ ഒരു വീടായിട്ടാണ് അല്ലേ, വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ചുമ്മാ ഒരു വീട്. ഇവിടെ മുഴുവനും നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ ആയിട്ട് വരും, ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. അപ്പം എങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം D5 എന്ന് കാണിക്കാനാണ്. പിന്നെ എന്തുകൊണ്ട് ഞാനിങ്ങനെ ഡിവിഷൻ കൊടുത്തു എന്നുള്ളത്, കാരണം നമുക്ക് ഇവിടെ ഒരു മെറ്റീരിയൽ ഇടാം, പാത്തിന് വേറെ മെറ്റീരിയൽ കൊടുക്കാം, ഇവിടെ വേറെ മെറ്റീരിയൽ കൊടുക്കാം, പുല്ല് കൊടുക്കാം, അങ്ങനെ എന്തൊക്കെ ചെയ്യണമെങ്കിൽ വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി ഇങ്ങനെ ഡിവിഷൻ ചെയ്യണം സൈറ്റിന്. ഓക്കെ, ഇനി ഞാൻ ഇത് D5 ഞാൻ അതുകൊണ്ട് എന്തുദ്ദേശിച്ചെന്നുള്ളത് കണ്ടാം കേട്ടോ. എനിക്കിവിടെ ഒരു വഴിയുണ്ടല്ലോ കേട്ടോ, ഈ വഴിക്ക് എനിക്ക് വേറെ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റി. ഈ പുല്ല് ഇവിടെ മാത്രമായിട്ട് വളർന്നു, മനസ്സിലായില്ലേ? സ്കാറ്റർ ചെയ്യാനായിട്ട് ഇട്ടേക്കണ ലോഡ് സമയമെടുക്കും. ഇത് ഞാൻ ഗ്രാസ് കൊടുത്തേക്കണമല്ല, ഇവിടെ മുകളിൽ ഈ സ്കാറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ആഡ് സ്കാറ്റർ, അത് വെച്ചിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. സൈഡിൽ എൻ്റെ ഓപ്ഷനൊക്കെ വന്നിരിക്കണതാണ്, അതാണ് അത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മരങ്ങളൊക്കെ ഞാൻ സ്കാറ്റർ ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ കാണാനായിട്ട് വൃത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സീൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇല്ല, കുറേ മരങ്ങളുണ്ട്, ഈ വഴിയുണ്ട്. ഇവിടെ വേറെ മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതിനെ മാത്രം ഞാൻ പ്രത്യേകം ഡിവിഷൻ അടിച്ചിട്ടുണ്ട് റെവിറ്റിൽ. ഞാൻ സെയിം തന്നെ കൊടുത്തു. കല്ല് വലിയ സുഖമില്ല, എന്നാലും അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ, ശരിക്കും വെറും പ്ലെയിനാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കണ്ടോ, പ്ലെയിൻ കണ്ടോ. ഈ പ്ലെയിൻ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് പ്ലെയിൻ ഇവിടെ അങ്ങനെ ചുറ്റുമൊക്കെ കൊണ്ടുവന്ന്, കാരണം എനിക്ക് സ്കാറ്റർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ ഈ മരങ്ങൾ വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചുറ്റും വീട് കാണുന്ന പോലില്ല കേട്ടോ, ചുറ്റും മരങ്ങൾ അങ്ങനെ അടിച്ച് വെച്ചേക്കുക. നടുക്കൊരു കോട്ടേജ് പോലെ പണിതേക്കുക. ഭയങ്കര ഹെവി ആവും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ആലോചിക്കണം, നിങ്ങളൊന്നില്ലെങ്കിൽ ഡിസ്പ്ലേയിൽ സ്മൂത്ത് അങ്ങ് ഇടുക, എന്നിട്ട് നിങ്ങൾ സ്കാറ്റർ ചെയ്യുക, എന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഒന്നോളം ഹെവി ആവത്തുമില്ല. പ്രിസൈസിലേക്ക് പോകുന്നത് റെൻഡർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ സീനൊക്കെ സെറ്റ് ചെയ്ത് വന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പ്രിസൈസ് ഇട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ ഓവറോൾ ലുക്ക് വരാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ റെൻഡർ ചെയ്താൽ മതി. വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ സ്മൂത്ത് ഇട്ട് കഴിഞ്ഞ് വർക്ക് ചെയ്യുക, സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ തന്നെ സ്മൂത്ത് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ, മരങ്ങളൊക്കെ മാറിയുണ്ട്, എൻ്റെ തിരിയലൊക്കെ അങ്ങനെ സ്പീഡ് കൂടി. വ്യത്യാസം അതാ, അല്ലേ? ഇങ്ങനെ ഇട്ട് വർക്ക് ചെയ്യുക. ഐ മീൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് ഈ പ്രിസൈസിലിട്ട് വർക്ക് ചെയ്താൽ മതി, അല്ല സ്മൂത്തിലിട്ട് വർക്ക് ചെയ്താൽ മതി. പ്രിസൈസിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ആവും എന്നുള്ളത് കിട്ടും. ഞാൻ ഈ സ്കാറ്റർ ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അസറ്റ്സിൽ പോയിട്ട് ഞാൻ മോഡലിൽ നിങ്ങളുടെ ബേസിക് മോഡലിൽ പ്ലെയിൻ കണ്ടോ, ഒരു പ്ലെയിൻ എടുത്ത്, എന്നിട്ട് നമ്മുടെ അസറ്റ്സിൽ സ്കാറ്റർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ പുല്ലിൻ്റെ കുറേ ഓപ്ഷനുണ്ട്, ഇഷ്ടമുള്ളതുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മരങ്ങൾ വെക്കണം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ കണ്ടോ, മൗണ്ടൻ ഫോറസ്റ്റ്, ഇതെടുക്കുക. എടുത്തിട്ട് നേരെ കൊണ്ട് ഈ പ്ലെയിനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുക. അപ്പോൾ അവിടെ ലോഡായി അത് ക്രിയേറ്റായി വരും കണ്ടോ. ഇത് കറങ്ങി കണ്ടോ, മരങ്ങൾ വന്നു. ഇത്ര ഉള്ള കാര്യം. ഞാനങ്ങനെ ഇവിടെ കുറച്ച് പ്ലെയിൻസ് ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഞാൻ ഈ സ്കാറ്റർ കൊണ്ടുവന്നിട്ട് എടുത്ത് മരമായി. എന്നിട്ട് ഇപ്പോഴും ഇവിടെ താഴെ വെള്ളയാണ്. അപ്പോൾ ഞാൻ ഞെക്കി, നമ്മുടെ പിക്കർ വരും, ഞെക്കി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നു. കസ്റ്റത്തിൽ പോയിട്ട് ഇവിടെ ഗ്രാസ് ഉണ്ട്, ഗ്രാസ് ഇട്ട് കൊടുക്കുന്നു, മനസ്സിലായി? ഇപ്പോൾ നിലത്ത് ഗ്രാസുമായി, മുകളിൽ മരങ്ങളും വന്നു. അതാണ് ഈ ചെയ്തേക്കണം കണ്ടോ. ഇവിടെ ഗ്രാസ് ഉണ്ട്, മുകളിൽ മരമുണ്ട്, ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ വീട് ഒന്ന് കാണണമെങ്കിൽ കണ്ടോ, ഞാൻ സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ വീട് കേട്ടോ.
നല്ല ഭംഗിയുണ്ട്. ഞാനിത് വർക്ക് ചെയ്യാൻ നേരത്തെ ഇത്ര വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ കണ്ടതുപോലെ ഭയങ്കര വികൃതമായി കിടക്കുന്നതിൽ ഭയങ്കര വെളിച്ചമൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടു. പിന്നെ ഇവിടെ ഇതെല്ലാം സ്കാറ്ററിങ് ചെയ്തിട്ടേക്കണതാണ് പല പല സാധനങ്ങൾ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ഈ വൈൻസ് എല്ലാം കൊടുത്തു. ഇവിടെ ഒരു ബൊഗൈൻവില്ല, അതിൻ്റെ ഒരു വൈൻ കൊടുത്തു. ബൊഗൈൻവില്ലയുടെയൊക്കെ വൈൻ കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അസറ്റ്സിൽ പോയിട്ട് ഇവിടെ മോഡലിൽ നേച്ചറിനകത്ത് വൈനുണ്ട് കണ്ടോ, കുറേ എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇതേ ബൊഗൈൻവില്ലയാണിത്. ഈ ബൊഗൈൻവില്ല ഞാനിപ്പോൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങളൊന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ടോ അതിൻ്റെ ഒരു സാധനം വരും. റീസൈസ് ചെയ്യണമെങ്കിൽ റീസൈസ് ചെയ്യാം, വീഞ്ഞൊക്കെ കഴിഞ്ഞ് റീസൈസൊക്കെ ചെയ്യാം. ഓക്കെ, തൽക്കാലം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. എന്നിട്ട് ഇവിടെ കണ്ടോ ഈ സൈഡിൽ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ജനറേറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൊഗൈൻവില്ല വരും, പക്ഷേ തോന്നിയ പോലെയാണ് വരാതെ, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ വരും. കാരണം ആ ഒരു ഏരിയയിൽ അതങ്ങ് പടർന്നങ്ങ് പിടിക്കും, അങ്ങനെ സംഭവിക്കാം ഈ ബൊഗൈൻവില്ല. അതെനിക്ക് റാൻഡമൈസ് ചെയ്ത് പിന്നെ ഒന്നും കൂടിയൊക്കെ മാറ്റിയൊക്കെ എടുക്കാം, ഷേപ്പൊക്കെ മാറ്റാം. ഞാൻ എൻ്റെ സ്കെയിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും ഞാൻ റീജനറേറ്റ് ആയിട്ട് വരും. സ്കെയിൽ കുറച്ച് കണ്ടോ ഇച്ചിരിയൊക്കെ മതി, ഞാനൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഗ്രാഫിക്സ് കാർഡ് കുറച്ച് എന്താ പറയുക, കുറച്ച് ഹെവി കാറിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇത് ഒറ്റ ക്ലിക്കിനങ്ങ് വരും. ഞാനിത് ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിന് വരില്ല. അതിൻ്റെ വ്യത്യാസം അത് ജനറേറ്റ് ചെയ്യാൻ സമയമെടുക്കും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് തോന്നും. കുറച്ച് ക്ഷമ വേണ്ടി വരും ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇതിട്ട് കഴിഞ്ഞിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഇതിലുള്ളതെല്ലാം വൈൻസും കാര്യങ്ങളൊക്കെ ഇതാണെങ്കിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജനറേറ്റ് അടിച്ചാൽ അവിടെ കണ്ടോ കുറച്ച് വൈൻസ് വന്നു. റീസൈസ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കിട്ടും, ഇഷ്ടം പോലെ. പിന്നെ ഇതിൽ നോക്കാനുള്ളത് മെയിനായിട്ട് ഈ സ്കാറ്റർ ചെയ്യുന്ന പരിപാടി ആണ് നോക്കേണ്ടത്. സ്കാറ്റർ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഇവിടെ കണ്ട ഇത് നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പ്രൈവറ്റിൽ ഡിവിഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടേക്കണതുകൊണ്ട് നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് സെലക്ട് ആവുന്നില്ല, പുല്ല് മാത്രം സെലക്ട് ആവും. അപ്പോൾ ഞാനെന്താ ചെയ്ത അസറ്റ്സിൽ പോയി സ്കാറ്റർ എടുത്തിട്ട് ലോൺ ലാൻഡ്സ്കേപ്പിൽ വന്നിട്ട് ഞാനിവിടെ ഇതിൽ മെഡോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, മെഡോസ്, ആ മെഡോസ് അങ്ങ് എടുത്തിട്ട് നാച്ചുറൽ മെഡോ എടുത്തിട്ട് നേരെ എടുക്കുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും, അതങ്ങ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പം അത് ലോഡ് ചെയ്ത് വരാൻ സമയം എടുക്കും കേട്ടോ. പിന്നെ ഈ പൂക്കളൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഉണ്ട് നമ്മുടെ ക്രോപ്സ്, ഇവിടെ പോയി അർബൻ ലാൻഡ്സ്കേപ്പ് കേട്ടോ, ഫ്ലവർ ഫീൽഡ് എടുത്തിട്ട് നേരെ ഇവിടെ ഇട്ട് കൊടുത്തു, ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. ഫ്ലവർ ഫീൽഡ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം ഇവിടെ D5-ലുള്ള ഒരു മോഡലാണ് കേട്ടോ, പ്ലാന്റർ ബോക്സ് എന്നൊക്കെ പറയുന്ന സാധനം. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അസറ്റ്സിൽ പോയി ഈ ഫ്ലവർ ഫീൽഡ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് എന്നിട്ട് ക്രിയേറ്റ് അടിച്ച് രണ്ട് ജനറേറ്റ് ആയിട്ട് വരും ഓട്ടോമാറ്റിക്കലി. പൂക്കളിൻ്റെ മുകളിലേക്ക് വരും കേട്ടോ. ഇത്രയുള്ള പരിപാടി. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് സ്കാറ്റർ ചെയ്യാം, വൃത്തിയുള്ള സ്ഥലത്തൊക്കെ കൊടുക്കാൻ നോക്കാം. ഒരു പ്ലാന്റർ ബോക്സ് റെഡിയായി. പിന്നെ ഇതിനിപ്പോൾ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ മൂവ് ചെയ്യില്ലെന്നാണ് എൻ്റെ അറിവ്. കണ്ട മൂവ് ചെയ്യത്തില്ല, കാരണം അതിൻ്റെ മുകളിൽ ഞാൻ സ്കാറ്റർ ചെയ്യുന്നേ ഉള്ളൂ, അപ്പോഴും അതിനായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് എവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ മൂവ് ചെയ്യാനൊക്കെയുള്ള പരിപാടി ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ പ്ലാന്റർ ബോക്സ് എല്ലാം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചെടിയെല്ലാം വെച്ചതും ഈ പൂക്കളെല്ലാം സ്കാറ്റർ ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്ക് ഡ്രോപ്പ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കുറച്ച് ബാക്ക് ഡ്രോപ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മരങ്ങളുടെ ഇടയിൽ കൂടി വെറുതെ വൈറ്റ് കളർ കാണാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ബാക്ക് ഡ്രോപ്പ് കൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു സീൻ സെറ്റ് ചെയ്തതിനെ ബാധിക്കുന്നില്ല, അതാണ് സീനിനെ അത് ബാധിക്കുന്നില്ല, എന്നാലും ഞാനത് കൊടുത്തെന്നുള്ളൂ. നിങ്ങളിപ്പോൾ സ്കെച്ചപ്പിലോ റെവിറ്റിലോ ഒക്കെ മോഡൽ ചെയ്യുമ്പോൾ ഇതുപോലെ സൈറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൈറ്റിൽ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ സൈറ്റിനെ ഡിവിഷൻ ചെയ്ത് കൊടുക്കുക. അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയലൊക്കെ ഇട്ട് വെച്ചേക്കുക. വഴിയുണ്ടെങ്കിൽ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് വേറെ മെറ്റീരിയൽ കൊടുക്കുക. ഇതുപോലെ ഗ്രാസ് വേറെ സ്ഥലത്ത് വേറെ ഡിവിഷൻ കൊടുത്തിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് D5-ൽ പോയി സ്കാറ്ററോ അതല്ലെങ്കിൽ ചുമ്മാ ഗ്രാസൊക്കെ ഇട്ടോ അതിനെ വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായത് ഞാൻ. കാരണം ഇത് കഴിഞ്ഞിട്ടില്ല ഈ പ്രൊജക്റ്റ്, ഈ വൈൻസൊക്കെ ഇട്ട് ഇതെല്ലാം നിങ്ങൾക്ക് അസറ്റ്സിൽ കിടക്കുന്ന സാധനങ്ങളാണ്.
നമ്മുടെ മോഡലിൽ ഉണ്ടാവും. വൈൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വൈൻസാണ്. താഴെ മുകളിലായിരുന്നു, കുറച്ച് മുകളിലായിട്ട് കണ്ട ഈ കിടക്കുന്ന ഈ സാധനമാണ് അത്. ഞാനിവിടെ കുറേ എണ്ണം ഇങ്ങനെ അടുക്കി നിരത്തി അങ്ങ് വെച്ചെന്നുള്ളൂ. പിന്നെ ഈ ഇരിക്കുന്ന ഈ വൈൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ലീഫയിലുള്ള ഒരു സാധനമാണ്. അത് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സാധനമാണ്. കണ്ടോ, നേരെ കൊണ്ടുവന്ന് വെച്ചെന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല, ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ്. ഇനി ബൊഗൈൻവില്ല ഒക്കെ നിങ്ങൾ റാൻഡമായിട്ട് ജനറേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലുക്കിൽ വന്നു കഴിഞ്ഞാൽ അതങ്ങ് എടുക്കുക. എന്താണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഇതിൽ വേറെ പറയാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് സ്കാറ്റർ ശരിക്കും ഗ്രാസ് അല്ല, നമ്മൾ സ്കാറ്റർ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നമുക്കിങ്ങനെ അതിനൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് നമുക്കിവിടെ ഗ്രാസ് ക്ലിക്ക് ചെയ്താൽ ഗ്രാസ് ജനറേറ്റ് ആവും. അതല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് സ്കാറ്ററിൽ പോയിട്ട് മെഡോസ് എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കുറച്ച് വ്യത്യാസമുള്ളത്. കാരണം ഈ സ്കാറ്ററിൽ നമുക്ക് കുറേ ഇങ്ങനെ പലതരം ഗ്രാസ് ഉണ്ട്. ഇവിടെ ഈ മെറ്റീരിയൽ ടെംപ്ലേറ്റിൽ പോയി എടുത്തു കഴിഞ്ഞാൽ കാരണമുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ചവർ പോലെയുണ്ട്. ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടും ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. കണ്ടോ, കളർഫുൾ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. പക്ഷെ ഇത് വർക്ക് ചെയ്യാൻ കുറച്ച് ഹെവി ആവും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം റാൻഡമായിട്ട് സ്കാറ്റർ ആവുന്നതാണ്. അത് ബുക്കിംഗ് കണ്ടൊക്കെ ചെയ്യുക. പിന്നെ ഇത് ഒരു പ്രീസെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആണ് ഈ മെന വന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രോ വെർഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള പ്രീസെറ്റുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പ്രീസെറ്റ് ഇവിടെ മൂന്നിൽ ഇതാണെന്ന് തോന്നുന്നു. എക്സ്റ്റീരിയർ ക്ലൗഡിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്നിൽ എക്സ്റ്റീരിയർ ക്ലൗഡി അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഓവർകാസ്റ്റ്. ഇതായിട്ടിരിക്കുന്നത് എക്സ്റ്റീരിയർ ഓവർകാസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെയാണ് ആ ഭംഗി. ഞാനിപ്പോൾ ഈ ഒരു സീനിലേക്ക് പോയിട്ട് വേറെ ഒരു ഇതൊക്കെ ഇട്ട് നോക്കട്ടെ. ഇല്ല, സൺസെറ്റ് ഇരിക്കട്ടെ, നോക്കാം. വലിയ കുഴപ്പമില്ല, ഭയങ്കര ഇരുട്ടായി. അപ്പം അങ്ങനത്തെയൊക്കെ പ്രീസെറ്റൊക്കെ അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് തന്നെയാണ് കാണാൻ ഭംഗി, ഇത് തന്നെയാണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ചെറിയൊരു വീഡിയോ. ഞാൻ റെവിറ്റിലല്ല എന്തിലാണെങ്കിലും മോഡൽ ചെയ്യുമ്പോൾ ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ആറിലൊക്കെ ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ഡിവിഷൻസൊക്കെ കൊടുത്തിടുക, വഴിയിടുക. അപ്പോൾ ഒരു പുഴ പോലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഇട്ട് കൊടുത്താൽ അവിടെ ഒഴുകണം, ഫ്ലോയിങ് വാട്ടറൊക്കെ കൊണ്ടിടാം. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് മോഡൽ ചെയ്യാൻ നേരത്ത് എന്ന് പറയാനായിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.